പൂക്കാട്ടിരി പ്രദേശത്തെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും കുടുംബങ്ങളെയും ആദരിച്ച് സഫ ഗ്രൂപ്പ് 60 വയസ്സ് പിന്നിട്ട ഓട്ടോ ഡ്രൈവർമാർക്കായി പ്രത്യേക ആദരവുമൊരുക്കി. മലപ്പുറം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നിസാർ കെ ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ കാവലാളുകൾക്ക് സഫയുടെ സ്നേഹാദരം എന്ന പേരിലാണ് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആഭിമുഖ്യത്തിൽ പൂക്കാട്ടിരി പ്രദേശത്തെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും കുടുംബങ്ങളെയും ആദരിച്ചത്. 60 വയസ്സ് പിന്നിട്ട ഡ്രൈവർമാർക്കായി പ്രത്യേക ആദരവും സംഘടിപ്പിച്ചിരുന്നു. പൂക്കാട്ടിരിയിൽ നിന്ന് 50ഓളം ഓട്ടോറിക്ഷകൾ ഒന്നിച്ച് റാലിയായാണ് സഫ വിദ്യാഭ്യാസ സമുച്ചയത്തിലേക്ക് എത്തിയത്. സഫ ഭാരവാഹികളും ജീവനക്കാരും അതിഥികളും ചേർന്ന് ഡ്രൈവർമാരെയും കുടുംബങ്ങളെയും സ്വീകരിച്ചു. തുടർന്ന് നടന്ന ആദരവ് മലപ്പുറം RTO എൻഫോഴ്സ്മെന്റ് MVI കെ നിസാർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകനും നാട്ടുകാരനുമായ സക്കരിയ എടയൂർ, ചലച്ചിത്ര താരം ഷംസുദ്ദീൻ, ഗായകൻ മുഹ്സിൻ പൂക്കാട്ടിരി, കവയത്രി ഹസന യഹ്യ, സ്കിൽ മൗണ്ട് എഡ്യൂക്കേഷൻ CEO അമീൻ യാസീൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. അറുപത് പിന്നിട്ട ഡ്രൈവർമാരായ മുഹമ്മദ് കെ, വി അഷ്റഫ്, ബാലകൃഷ്ണൻ കെ, ബാവ, ET ഖാദർ, മണികണ്ഠൻ KP, സുബ്രഹ്മണ്യൻ CT, അലി VP, മണികണ്ഠൻ K, അബൂക്ക എന്നിവരെ ആദരിച്ചു. MVI നിസാർ കെ റോഡ് സുരക്ഷാ ബോധവത്കരണ ക്ലാസ് എടുത്തു. സഫ ഗ്രൂപ്പ് ചെയർമാൻ യാസിർ VP അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് K, സഫ ട്രസ്റ്റ് സെക്രട്ടറി UA ഷമീർ, ട്രസ്റ്റ് അംഗങ്ങളായ VP ഇബ്രാഹിം, VP അബ്ദുൾ ഷുക്കൂർ, അഹമ്മദ് കുട്ടി, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് അൻവർ, ഓട്ടോ യൂണിയൻ പ്രതിനിധി മാനുപ്പ, സഫ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് അലി ഖാൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഗീത നിശയും ഓട്ടോ ഡ്രൈവർമാരുടെയും കുടുംബങ്ങളുടെയും സഫ ജീവനക്കാരുടെയും കലാപരിപാടികളും അരങ്ങേറി. സഫ കോളേജിന്റെ നേതൃത്വത്തിൽ പൂക്കാട്ടിരി ഓട്ടോ കൂട്ടായ്മയിൽപ്പെട്ട ഞങ്ങളെ ആദരിക്കാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇത് എന്നും നല്ലൊരു ഓർമ്മയായിട്ട് നിലനിർത്താനും വേണ്ടിയിട്ട് ഇങ്ങനൊരു വേദി ഒരുക്കി തന്ന സഫ കോളേജിന് ഞങ്ങൾ എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ്. ആദ്യമായിട്ട് മേലിലും ഇതേമാതിരിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ഓട്ടോ കൂട്ടായ്മയിലും അതേപോലെ തന്നെ ഓട്ടോ തൊഴിലാളികൾക്കും അത് നല്ലൊരു സന്ദേശവും സമൂഹത്തിൻ്റെ ഭാഗമാണ് അവർ എന്നുള്ളൊരു തോന്നലും ഉണ്ടാക്കാൻ അങ്ങേയറ്റം സഹായിക്കും എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. ഇതിൽ ഈ സൗന്ദര്യം ഒരുക്കുന്നത് നമ്മളെ മാനുപ്പ എന്ന് പറയുന്നവർ വീരാൻകുട്ടി. ഇതിനു മുമ്പ് ഞങ്ങൾ പരിപാടി ഇട്ടതാ, അന്നൊരു മരണകാരണം അത് ഒഴിവായി. വീണ്ടും ഞങ്ങൾക്കൊരു അവസരം വീണ്ടും കിട്ടി. എല്ലാവരോടും നന്ദി പറയും. ഇത്രയും ഡ്രൈവർമാർ കൂടുതൽ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയും ഇതിങ്ങനെ നിൽക്കട്ടെ, ഇനിയും കിട്ടട്ടെ ഞങ്ങൾക്ക് ഇങ്ങനെ അവസരം. ദൈവം എല്ലാവർക്കും നല്ലൊരു ദിനം ഇനിയും വരുത്തട്ടെ. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.